ഇവിടെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. നാം ദൈവത്തെ അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നാം എന്ത് പ്രതിഫലമാണ് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ലോകത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ, പാർപ്പിടം വേണം, വസ്ത്രം വേണം, അവൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടണം. എന്നാൽ ഇതിനുവേണ്ടി മാത്രം ആണ് നാം ദൈവത്തെ അന്വേഷിക്കുന്നതെങ്കിൽ നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാം ക്രൂശിൻ്റെ ശത്രുക്കളാണ്. നാം സ്വർഗത്തിൽ ഉള്ളതല്ല, ഭൂമിയിൽ ഉള്ളത് തന്നെ അന്വേഷിക്കുന്നവരാണ്. നമ്മുടെ അവസാനം നാശമാണ്. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ വയറ് തന്നെ ആകുന്നു. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ അവർ ക്രൂശിന് ശത്രുക്കളായിട്ട് നടക്കുന്നു. അവർ സ്വർഗത്തിലുള്ളതല്ല, ഭൂമിയിലുള്ളത് തന്നെ അന്വേഷിക്കുന്നു. അവരുടെ അവസാനം നാശം എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വാസ്തവത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. അനേകർ തെറ്റിപ്പോകുന്നു. അനേകരെ തെറ്റിച്ച് കളയുന്ന സാത്താൻ. ഇതൊക്കെ നാം ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. പൗലോസ് അഥേനയിലെ അരയോപക കുന്നിൽ ചെന്നപ്പോൾ അവിടെ ബിംബങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ചൂട് പിടിച്ച് നാവെടുത്ത് സംസാരിച്ച കാര്യം അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ആത്മീയ ലോകത്ത് നടക്കുന്ന ദൈവഹിതമല്ലാത്ത പല കാര്യങ്ങളും കാണുമ്പോൾ അരയോപകുന്നിൽ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ പൗലോസിൻ്റെ ഹൃദയത്തിന് പിടിച്ചതായ ഒരു ചൂടുണ്ടല്ലോ, അതേ ചൂടിൽ വാസ്തവത്തിൽ നാമും പ്രതികരിക്കേണ്ട ആവശ്യം അത്യാവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. ആത്മീയത വ്യക്തിപരമായ നേട്ടങ്ങൾക്കും സ്വന്തം മഹത്വത്തിനും വേണ്ടി നാം ഉപയോഗിപ്പാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാം ക്രൂശിൻ്റെ ശത്രുക്കളാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ്റെ അടുക്കൽ വരുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിനായി പ്രയോജനപ്പെടണം എന്ന ഒരു ഭാവത്തിലാണ് അദ്ദേഹം വരുന്നത്. മറ്റുള്ളവരുടെ മേൽ കൈകൾ വെച്ചാൽ അവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനുള്ള അധികാരം തനിക്ക് കിട്ടണം എന്നാണ് തൻ്റെ ആവശ്യം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും ആ കാര്യങ്ങൾ തനിക്ക് നിവൃത്തിയാകുവാനും വേണ്ടിയാണ് പത്രോസ് അപ്പോസ്തലൻ്റെ അടുക്കൽ വന്നത്. ഒറ്റ നോട്ടത്തിൽ ഈ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളൊക്കെ നല്ലതാണെന്ന് തോന്നും. ദൈവത്തെ സേവിക്കുവാനാണ്, മറ്റുള്ളവർക്ക് താൻ മുഖാന്തരം അനുഗ്രഹം ലഭിക്കുവാനാണ് എന്നൊക്കെ തോന്നും. പക്ഷേ ഈ ആഗ്രഹത്തിൻ്റെ പുറകിൽ മറഞ്ഞിരുന്നത് എന്താണ്? മഹാൻ ആകണം എന്നുള്ള ചിന്തയാണ്. വിവേചിപ്പാൻ കഴിവുണ്ടായിരുന്ന പത്രോസ് അപ്പോസ്തലൻ അവൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ വിവേചിച്ചു. ഇന്ന് സഭയ്ക്ക് ആവശ്യം, നമുക്കാവശ്യം വിവേചനപരമാണ്. പലരെയും വിവേചിക്കേണ്ട ഒരു കാലഘട്ടമാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള പഴഞ്ചൊല്ല് പോലെ എല്ലാ പ്രസംഗങ്ങളും വിവേചിക്കേണ്ടതാണ്. എല്ലാ പ്രസംഗകരെയും വിവേചിക്കേണ്ടതാണ്. നിങ്ങൾ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാവ് ദൈവത്തിൽ നിന്ന് തന്നെ ഉള്ളത് എന്ന് ശോധന ചെയ്യുവാൻ യോഹന്നാൻ അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെയേറെയാണ്. പത്രോസ് അപ്പോസ്തലൻ ഈ മനുഷ്യനോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ടാൽ ദൈവം ഒരുപക്ഷെ നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് തന്നേക്കുമെന്നാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ആത്മീയമെന്ന് തോന്നിയാലും അതിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നതായ സ്വാർത്ഥ ചിന്തകളെ പരിശുദ്ധാത്മാവ് നന്നായിട്ട് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആത്മീയത വ്യക്തിപരമായ നേട്ടങ്ങൾ സമ്പാദിക്കുവാനുള്ളൊരു ഉപാധിയായി ആരും എടുക്കരുത്. ആത്മീയത യേശുവുമായിട്ടുള്ള സജീവ ബന്ധം നിലനിർത്തുവാനാണ്. യേശുവാകുന്ന വഴിയിലൂടെ സ്വർഗരാജ്യത്തിലെത്തുവാനാണ്. വീണ്ടും ജനനം പ്രാപിച്ച്
പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവമുള്ളവരായിട്ട് തീരുവാൻ വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ മനസ്സ് പ്രാപിക്കുവാൻ വേണ്ടിയാണ്. നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു എന്ന് അഭിമാനിക്കുമ്പോൾ ആത്മസ്വഭാവം നമ്മിൽ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ജഡസ്വഭാവമുള്ള നമ്മളെ ആത്മസ്വഭാവമുള്ളവരാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഓരോ പ്രതിസന്ധികളും ഓരോ ശോധനകളും നമ്മളെ അധികം ചെത്തിവെടിപ്പാക്കുവാൻ വേണ്ടിയുള്ളതാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്ന നല്ല തോട്ടക്കാരനെക്കുറിച്ച് പറഞ്ഞത് കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും പോരാട്ടങ്ങളും നമ്മെ തന്നെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ പരിശോധിക്കുവാനും കുറവുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുവാനും അതിനെ ഉപേക്ഷിക്കുവാനും ഒക്കെ വേണ്ടിയാണെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഈ ലോകത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ച് തൃപ്തി അടയുവാൻ വേണ്ടിയല്ല. അങ്ങനെയെങ്കിൽ പൗലോസ് പറഞ്ഞ വാക്ക് നമുക്കുള്ളതാണ്. നാം ഭൂമിയിലുള്ളവർ ചിന്തിക്കുന്നത്, നാം ക്രൂശിൻ്റെ ശത്രുക്കൾ, നാം സ്വർഗത്തിലുള്ളത് ചിന്തിക്കുന്നില്ല. കർത്താവായ ദൈവമേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളായിട്ട് നടക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വർഗീയ കാര്യങ്ങൾ ചിന്തിപ്പാനുള്ള കൃപയും എല്ലാം വിവേചിപ്പാനുള്ള വരവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.